ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മൂന്നാറിൽ കയ്യേറ്റം നടക്കില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ടെന്നും 42 കേസുകളിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ കേസുകൾ CBIക്ക് കൈമാറുന്നതിനെ പറ്റി ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അത്തരമൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുമോ, അതോ DGP മുന്നോട്ട് വെച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സ് അതിലായിരിക്കുമോ കോടതി തീരുമാനമെടുക്കുക? വിജയകുമാർ, നിലവിൽ മൂന്നാർ ഈ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. CBI അന്വേഷണത്തിന് ഉത്തരവ് ഇന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കേസ് എടുത്തപ്പോൾ കോടതി അതിരൂക്ഷ വിമർശനം നടത്തി സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. കോടതി പറഞ്ഞത് വ്യാജ പട്ടയത്തിന്മേൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്ന് സർക്കാർ മറുപടി നൽകി. 42 കേസുകളിൽ നടപടി നടക്കുന്നു എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. അന്തിമ റിപ്പോർട്ടുകൾ ഏതെല്ലാം കേസുകളിൽ നൽകിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ചില കേസുകളിൽ മാത്രമേ നൽകിയുള്ളൂ എന്നും സർക്കാർ മറുപടി നൽകി. അതേസമയം കോടതി ഇത് ചൊടിപ്പിച്ചു. ഗൂഢാലോചന മാത്രമല്ലേ നിങ്ങൾ ചുമത്തിയുള്ളൂ എന്ന് കോടതി തിരിച്ചടിച്ചു. അതിന് സർക്കാർ നൽകിയ മറുപടി തെളിവുകൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അതിന് അന്വേഷണം നിങ്ങൾ നടത്തിയോ, അത് നടത്തേണ്ടതല്ലേ എന്ന് കോടതി തിരികെ ചോദിച്ചു. സംശയത്തിന്റെ പുറത്ത് നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് സർക്കാർ തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് ഒരു ഏറ്റുമുട്ടൽ ഇന്ന് ഈ കേസിൽ ഹൈക്കോടതിയിൽ നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് കോടതി നിലപാട് കടുപ്പിക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് സർക്കാർ ഒന്ന് അയഞ്ഞു. തുടർന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം ഇങ്ങനെയാണ്: പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാം, ഒരു ടാസ്ക് ഫോഴ്സിനെ ഇറക്കാം എന്ന് സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകി. 2-3 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും, ഇതിനുള്ള ചർച്ചകൾ നടത്തും എന്ന് സർക്കാർ പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും എന്നുള്ളതാണ് ഇന്നിപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ്. തുടർന്ന് ഹൈക്കോടതിയും അവരുടെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വേണം. 42 പട്ടയ കേസുകളിൽ മാത്രം ഈ അന്വേഷണം നടത്തുന്നത് അംഗീകരിക്കാനാകില്ല, അതും കോടതി പറഞ്ഞു. ഉദ്യോഗസ്ഥർ പണം വാങ്ങിയോ എന്നതടക്കം അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതി ഇതെന്തായാലും വിടാൻ ഭാവമില്ല. സർക്കാർ ഈ ടാസ്ക് ഫോഴ്സ് കൊണ്ട് കാര്യം നടത്തിയെടുത്താൽ നല്ലത്, അല്ലെങ്കിൽ CBI വരും, ഒരു സംശയവും വേണ്ട. യെസ്, അപ്പോൾ ശ്രീകാന്ത്, CBI അന്വേഷണം എന്ന കോടതി നേരത്തെ അതൊരു നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരുന്നു. അത് ഇപ്പോഴും കോടതിയുടെ മുന്നിലുണ്ട്. ഈ ടാസ്ക് ഫോഴ്സ് എന്നത് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമായി വന്നതുകൊണ്ട് അത് പരിഗണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാരണം 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. അതിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താം എന്ന് സർക്കാർ പറഞ്ഞു. മാത്രമല്ല കോടതിയും ചില നിർദ്ദേശം വെച്ചു. അത് എങ്ങനെ പോകും, മുന്നോട്ട് പോകും എന്നുള്ളത് കോടതി എന്തായാലും നോക്കും. അതിൽ വീഴ്ച വന്നാൽ ഇനി ഒരു അവസരം കൂടി സർക്കാരിന് കിട്ടില്ല. CBI തന്നെയായിരിക്കും മൂന്നാറിൽ മല കയറാൻ പോകുന്നത്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ കയ്യേറ്റ കേസുകളിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കാമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, റവന്യൂ ഉദ്യോഗസ്ഥർ അതിന് മേൽനോട്ടം വഹിക്കും. പക്ഷേ CBI അന്വേഷണം എന്ന കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അത് കോടതിയുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. സർക്കാരിൻ്റെ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും കോടതി അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിലേക്ക് രണ്ടാമതും തന്നെ തെരഞ്ഞെടുത്ത വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. ഇടവണ്ണയിൽ റോഡ് ഷോയ്ക്ക് ശേഷം പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തു. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനയെ തൊട്ടു കളിക്കരുതെന്ന് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തി. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് വോട്ടർമാർ തോൽപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. And the fight in this election was about the constitution, and the people of Kerala, the people of Uttar Pradesh, they showed the prime minister, people of all other states showed the prime minister that you cannot dictate to the people of India what we want. And the people of India also told them that the constitution is our voice, do not touch the constitution. അതേസമയം ഏതു മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വയനാട് വേണോ റായ്ബറേലി വേണോ എന്ന ധർമ്മസങ്കടത്തിലാണ് താനെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I have a dilemma in front of me. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? What I will commit to you
is that both Wayanad and Amethi and Raebareli will be happy with my decision. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഇടവണ്ണയിലെ പരിപാടി അവസാനിച്ചോ? ഇനിയും പൊതുസമ്മേളനമുള്ളത് കൽപ്പറ്റയിലായിരിക്കും. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകവും ചോദ്യവും രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തും എന്നൊരു തീരുമാനം ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുമോ എന്നതായിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലാണ് താനെന്ന് അദ്ദേഹം ഇന്ന് ഇടവണ്ണയിൽ പറയുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അത് തന്നെയാണ് വിജയകുമാർ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമോ, അല്ലെങ്കിൽ ആ തീരുമാനം ഇന്ന് തൻ്റെ പ്രിയ വോട്ടർമാരോട് പറയുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. ഇടവണ്ണയിലെ പരിപാടി കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് താൻ വലിയ രീതിയിലുള്ള ധർമ്മസങ്കടത്തിലാണ്. റായ്ബേലി തെരഞ്ഞെടുക്കണോ അതുപോലെ തന്നെ വയനാട് തെരഞ്ഞെടുക്കണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. താൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ സദസ്സിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുകയായിരുന്നു, വയനാട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് താൻ ഒരു സാധാരണ മനുഷ്യനാണ്, തനിക്ക് ദൈവശക്തി ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നീട് പ്രധാനമന്ത്രിയിലേക്ക് കടക്കുകയായിരുന്നു. കാരണം പ്രധാനമന്ത്രി താൻ ദൈവമാണെന്ന് പറയുന്നു, പ്രധാനമന്ത്രിയുടെ ദൈവം അംബാനിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയായിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം ഇന്ന് പ്രസംഗം നിർത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും താൻ വയനാട് തിരിച്ചു വരും, താൻ രണ്ട് മണ്ഡലങ്ങളെയും നിരാശപ്പെടുത്തുകയില്ല, രണ്ടുപേർക്കും സന്തോഷം നൽകുന്ന ഒരു തീരുമാനമായിരിക്കും താൻ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതേ സമയത്ത് തൻ്റെ പ്രിയ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, അതായത് തനിക്ക് വേണ്ടി വോട്ട് ചെയ്ത UDF-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും പ്രവർത്തകർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വേദിയിൽ നിന്ന് അദ്ദേഹം ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിന്റെ വില എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്വീകരണം വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 9 മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. 10 മണിയോടുകൂടി അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി. പിന്നീട് അദ്ദേഹം ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇടത്തേക്ക് വന്നു. ആദ്യഘട്ടത്തിൽ റോഡ് ഷോ ഇല്ല എന്ന് അറിയിച്ചു. എന്നാൽ പിന്നീട് കാലാവസ്ഥ അനുകൂലമായപ്പോൾ റോഡ് ഷോ ആയിട്ട് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധി റോഡ് ഷോ ഒക്കെ നടത്തുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൊടിയൊക്കെ ഉയർത്തിയാണ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ ഈ ഇടവണ്ണയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആഘോഷം അവസാനിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ വാദ്യ അകമ്പടികളോടുകൂടി വലിയ രീതിയിലുള്ള ആഘോഷം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ്. വയനാടാണോ റായ്ബറേലിയാണോ എന്ന തീരുമാനം എടുത്തിട്ടില്ല. അതൊരു ധർമ്മസങ്കടമാണ്. പക്ഷേ രണ്ട് മണ്ഡലങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും എടുക്കുക എന്ന് ജനങ്ങൾക്ക് മുൻപാകെ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വീണ്ടും വയനാട്ടിലേക്ക് വരും എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൽപ്പറ്റയിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. അവിടെ പൊതുസമ്മേളനമുണ്ട്. വലിയ ആഘോഷത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ പ്രവർത്തകർ ഇടവണ്ണയിൽ സ്വീകരിച്ചത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യസഭാ സീറ്റ് വിഭജനത്തിന് പിന്നാലെ LDF-ൽ പൊട്ടിത്തെറി. സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ RJD വലിഞ്ഞുകയറി വന്നവരല്ലെന്നും മുന്നണിയിൽ നേരിടുന്നത് കടുത്ത അവഗണനയെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. മുന്നണി മാറ്റം ആലോചനയിലില്ല, എന്നാൽ അപമാനം സഹിച്ച് മിണ്ടാതിരിക്കാനാകില്ലെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവെച്ച് ചെയ്തുകൊണ്ട് മുന്നണിയിൽ കെട്ടുറപ്പുണ്ടാകുന്നത് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDF-ലെ കക്ഷികളല്ലേ? ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ കക്ഷിയാണ് ഞങ്ങളുടെ സീറ്റാണ് 2022 CPI എടുത്തത്. 2024 ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു. ഇത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട്? ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ഞങ്ങൾ LDF-ൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ്. 11ാമത്തെ പാർട്ടിയാണോ ഞങ്ങൾ? ആ രീതിയിലാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. ഞങ്ങൾക്കാൾ എത്രയോ ചെറിയ പാർട്ടികൾക്ക് പോലും വലിയ വലിയ അംഗീകാരം നൽകിയിട്ട് JDS-നെതിരെയും RJD രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്രത്തിൽ BJP-ക്കൊപ്പവും കേരളത്തിൽ LDF-നൊപ്പവും നിൽക്കുന്ന JDS-ന് മുന്നണിയിൽ വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. അവർക്ക് പോലും ഈ പരിഗണന നൽകുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും JDS-ന്റെ കൊടി ഉപയോഗിച്ചില്ലേ? കർണാടകയിൽ അത് BJP-ക്കൊപ്പമല്ല ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ JDS അങ്ങനത്തെ നിലപാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ
അങ്ങനെയുള്ള പാർട്ടി കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വളരെ കൃത്യമായ ഒരിക്കലും BJP ആയി കോംപ്രമൈസ് ചെയ്യാത്ത ലല്ലു പ്രസാദ് നയിക്കുന്ന RJDക്ക് നൽകാത്തത്, ഇതിനു മുമ്പേ വീരേന്ദ്രകുമാർ നയിച്ച LJDക്ക് നൽകാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. ദീപക് ധർമ്മടം കോഴിക്കോട് ഒന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഒരു മുന്നണി മാറ്റത്തിന് മുന്നോടിയായി ശ്രേയാംസ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് വേണമെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തെ നമുക്ക് വിളിക്കാമോ? വിജയകുമാർ, അങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ശ്രേയാംസ് കുമാർ നിലപാട് വ്യക്തമാക്കി. ഒരു മുന്നണി മാറ്റം ആലോചനയിലേയില്ല, പക്ഷേ എന്നാൽ UDF-ൽ നിന്നും ക്ഷണമുണ്ട്, അങ്ങനെ ക്ഷണിച്ചാൽ പോകുന്നവരല്ല ഞങ്ങൾ എന്ന് പറയുകയും, എന്നാൽ ഇടതുമുന്നണിയിലെ കടുത്ത അവഗണനയിൽ അസംതൃപ്തി കൃത്യമായി പ്രകടിപ്പിക്കുന്നു. അത് എണ്ണിയാണ് ശ്രേയാംസ് കുമാർ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടനാപരമായി ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പല ജില്ലകളിലും പണ്ട് LJDക്ക് ഉണ്ടായിരുന്നു, പല ജില്ലാ കൺവീനർമാരുടെ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് ഉദാഹരണത്തിന് കോഴിക്കോട് NCPക്കാണ് LDF കൺവീനർ സ്ഥാനം. പക്ഷേ കോഴിക്കോട് സ്വാഭാവികമായി കൂടുതൽ പാർട്ടിക്ക് ശക്തിയുള്ള RJDക്ക് നൽകുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നം എണ്ണി പറയുന്നു. ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളിൽ 70 സ്ഥാനം JDS-നുള്ളപ്പോൾ ആ JDS ആണെങ്കിൽ ദേശീയ തലത്തിൽ BJP-ക്കൊപ്പമാണ് എന്നും ശ്രേയാംസ് കുമാർ അടിവരയിട്ട് പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് വേണ്ടി സ്ഥാനത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നു. പക്ഷേ എന്നാൽ കേരള കോൺഗ്രസിനെ മാത്രം നിർത്തിയാൽ മുന്നണിയിൽ കെട്ടുറപ്പുണ്ടാകുമോ എന്ന ചോദ്യമാണ് ശ്രേയാംസ് കുമാർ ചോദിക്കുന്നത്. ഇതുകൂടാതെ മന്ത്രിസ്ഥാനം 2.5 വർഷം കഴിഞ്ഞാൽ അത് കിട്ടേണ്ടതാണ് RJDക്ക്. സ്വാഭാവികമായും KP മോഹനെ മന്ത്രിയാക്കേണ്ടതാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല, അതുണ്ടാവാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് മുന്നണിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും RJD പ്രസിഡന്റ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നു, ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, കോടിയേരി ബാലകൃഷ്ണൻ ക്ഷണിച്ച് ആവർത്തിച്ച് ചർച്ചകൾ നടത്തിയാണ് ഞങ്ങൾ എത്തിയത്, ഒരു രാജ്യസഭാ സീറ്റുമായാണ് ഞങ്ങൾ മുന്നണിയിൽ എത്തിയത് എന്നുകൂടി പറയുന്നു. എന്നാൽ പിന്നീട് CPIക്ക് കൊടുത്തു, അത് തിരിച്ചു തരാൻ തയ്യാറാകുന്നില്ല എന്നുകൂടി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷമാണ് ഒരു മുന്നണി മാറ്റ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചത്. അതുണ്ടാകില്ല എന്ന് പറയുന്നു. പിണറായി വിജയനാണോ ഇതിന് കാരണക്കാരെന്ന് ചോദിച്ചു. അദ്ദേഹവുമായി മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമാണെന്നും ശ്രേയാംസ് കുമാർ പറയുന്നു. പക്ഷേ എന്നാൽ കടുത്ത അവഗണന ഇടതുമുന്നണിയുടെ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. വിജയകുമാർ. യെസ്, വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ LDF-നൊപ്പവും കേന്ദ്രത്തിൽ BJP-ക്കൊപ്പവും നിൽക്കുന്ന JDS-ന് LDF-ൽ വലിയ പരിഗണന ലഭിക്കുന്നു. അതൊന്നും തങ്ങളുടെ കാര്യത്തിൽ RJD കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞത്. അതുകൊണ്ട് പ്രതിപക്ഷം പലപ്പോഴും JDS-നെ ചൂണ്ടിക്കാട്ടി CPM-നെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് ശ്രേയാംസ് കുമാറും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. പക്ഷേ മുന്നണി മാറ്റം ഇപ്പോൾ ആലോചനയിലില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. NCP കേരള ഘടകത്തിൽ പിളർപ്പ്, ഇടതുബന്ധം അവസാനിപ്പിച്ച് റജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDF-ലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. നീക്കം തോമസ് കെ തോമസ് MLA-ക്കെതിരായ പടയൊരുക്കത്തിന്റെ ഭാഗമാണെന്നും സൂചനകളുണ്ട്. PC ചാക്കോയെ അനുകൂലിക്കുന്നവരാണ് പാർട്ടി വിടുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ PC ചാക്കോയെ അനുകൂലിക്കുന്നവർ NCP-യിൽ നിന്ന് പുറത്തു പോകുന്നു എന്നത് ഒരു കൗതുകമാണല്ലോ. സാധാരണ PC ചാക്കോ പാർട്ടിയിൽ ഏകാധിപത്യം നടപ്പാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പാർട്ടി വിട്ട് UDF-ലേക്ക് പോകുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, അത് തന്നെയാണ് അതിലത്തെ ഏറ്റവും വിചിത്രമായ കാര്യം. ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ചില നേതാക്കന്മാർ തന്നെയാണ് പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന സമ്മർദ്ദ തന്ത്രം നിലവിൽ ഒരുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന വിഷയം കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടനാട്ടിൽ ഈ സീറ്റ് CPIM തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നതായി NCP-യിലെ ചില നേതാക്കൾക്ക് ആ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം NCP കാലങ്ങളായിട്ടുള്ള കുട്ടനാട് സീറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടനാട്ടിലെ പല വിഷയങ്ങൾ കാരണം ഈ സീറ്റ് CPM-ലേക്ക് ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ NCP-യിൽ തന്നെ ആലപ്പുഴയിൽ വലിയ പിളർപ്പാണുള്ളത്. NCP ആലപ്പുഴ ജില്ലയിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. 2 ജില്ലാ പ്രസിഡന്റുണ്ട്. തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഒപ്പം തന്നെ PC ചാക്കോയെ അനുകൂലിക്കുന്ന റജി ചെറിയാൻ തുടങ്ങിയ മറ്റു ചില നേതാക്കളും. അതുകൊണ്ട് തന്നെ ഇത്തവണ NCP-ക്ക് ലഭിച്ചാലും CPIM-ന് ലഭിച്ചാലും സീറ്റ് തങ്ങൾക്ക് ലഭിക്കില്ല എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് UDF-ലേക്ക് പോകാൻ റജി ചെറിയാൻ്റെ നേതൃത്വത്തിലൊരു സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അവർ നിലവിൽ ചർച്ച നടത്തിയിട്ടുള്ളത് ജോസഫ് വിഭാഗമായിട്ടും ഒപ്പം തന്നെ മാണി സി കാപ്പൻ്റെ NCK മാണി സി കാപ്പൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റ് ആര് നൽകും? UDF-ൽ അത് ജോസഫ് വിഭാഗത്തിനുള്ള സീറ്റാണ്.
അങ്ങനെ ആ സീറ്റ് നൽകുമെങ്കിൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത് LDF തന്നെ CPM നേതാക്കൾ തന്നെ ഇടപെട്ട് ആ ഒരു തീരുമാനം വേണ്ട എന്ന തരത്തിലേക്കുള്ള ചർച്ചയിലേക്ക് വരും എന്ന സമ്മർദ്ദ തന്ത്രം കൂടിയാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 20-ാം തീയതി, ഈ മാസം 20-ാം തീയതിക്ക് മുൻപ് അത്തരത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ NCPയിൽ റജി ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അവർ പാർട്ടി വിടുമെന്ന തീരുമാനത്തിലേക്ക് ഈ മാസം 20-ന് മുൻപ് തന്നെ എത്തിച്ചേരും. വിജയകുമാർ. യെസ്, തോമസ് കെ തോമസിനെതിരായ നീക്കമാണ് ഇപ്പോൾ NCPയുടെ കുട്ടനാട് നടക്കുന്നത്. അതൊരു സമ്മർദ്ദ തന്ത്രമാകാം. പാർട്ടി വിടും, UDFിലേക്ക് പോകുമെന്നതൊരു സമ്മർദ്ദ തന്ത്രമാകാം. അത് PC ചാക്കോയെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ അറിവോടെ കുട്ടനാട് സീറ്റ് സ്വന്തമാക്കാനുള്ള സമ്മർദ്ദ നീക്കം എന്ന് വേണം അതിനെ കാണാൻ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി അല്പസമയത്തിനകം കണ്ണൂരിലെത്തും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കല്യാശ്ശേരിയിലെ വസതി അദ്ദേഹം സന്ദർശിക്കും. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പ്രതികരിച്ചു. സുരേഷ് ഗോപിയുമായി നേരത്തെ തന്നെ വ്യക്തിബന്ധമുണ്ട്. സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇന്ന് വരുന്നത്. ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതായാലും എനിക്ക് അങ്ങനെ എൻ്റെ സഖാവിൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത്. അല്ലാണ്ട് ശാരദാ ടീച്ചർ എന്നുള്ള ആ ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നു. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, സുരേഷ് ഗോപിയുടെ സന്ദർശനം അതിൽ രാഷ്ട്രീയമില്ല എന്ന് ശാരദ ടീച്ചർ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരിക്കും സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെത്തുക? വിജയകുമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കണ്ണൂരിൽ ആദ്യം എത്തിയത് മാടായിക്കാവിലാണ്. അവിടെ ദർശനം നടത്തി അതിനുശേഷം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയും ദർശനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തും. ഇവിടെ നായനാരുടെ പത്നി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ശാരദ ടീച്ചർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു. അവർ പറയുന്നതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. കാലങ്ങൾക്ക് മുൻപ് തന്നെ സുരേഷ് ഗോപിയുമായി കുടുംബത്തിന് വ്യക്തിബന്ധമുണ്ട്. മുൻപ് പലതവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്നും ഇവിടെ എത്തും. ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, ഉച്ചഭക്ഷണം കഴിക്കും. എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയെ ശാരദ ടീച്ചർ പ്രശംസിക്കുക കൂടി ചെയ്തു. ധാരാളം പാവങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി സഹായിച്ച വ്യക്തിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നല്ല നിലയ്ക്ക് ശോഭിക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുരേഷ് ഗോപി എന്ന പ്രശംസാവാചകവും ശാരദ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അല്പസമയത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ എത്തുക. പിന്നീടും അദ്ദേഹത്തിന് കണ്ണൂരിൽ തുടർന്ന് പരിപാടികളുണ്ട്. പക്ഷേ ഈ സന്ദർശനത്തിന് കുറേയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതുകൂടി കാണണം. സ്വാഭാവികമായി തന്നെ അതൊരു വ്യക്തിപരമായ സന്ദർശനം, സൗഹൃദത്തിൻ്റെ ഭാഗമായ സന്ദർശനം എന്നൊക്കെ വിശദീകരിക്കപ്പെടുമ്പോൾ തന്നെയും അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPIMൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവും ഒപ്പം മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന EK നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിൽ എത്തിയാണ് നേരിട്ട് കാണുന്നത്. ഒപ്പം കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഭക്ഷണം കഴിഞ്ഞ ശേഷം സൗഹൃദം പങ്കിട്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം പോവുക. പക്ഷേ അപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ പോലുമുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കാണാതിരുന്നുകൂടാ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനമുണ്ട്. ഇവിടുത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം പയ്യാമ്പലത്തേക്കായിരിക്കും പോവുക. മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ട്. അതിനുശേഷം വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രോത്സവം നടക്കുകയാണ്. അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിൽ തന്നെ തങ്ങുകയും ചെയ്യും. നാളെ ജില്ലയിലെ BJP ബലിദാനികളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള പദ്ധതികൾ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. യെസ്, സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ശോഭിക്കാൻ കഴിയും എന്നൊക്കെയാണ് ശാരദ ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിലെത്തും. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.